താരകൃഷ്ണമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മളുടെ ഈ ഒരു ശ്രേഷ്ഠാചാര്യ സ്ഥാനത്തേക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഓടക്കോൾ ഊതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനെ തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇന്നെന്നാൽ ഒരു ഊഞ്ഞാലിലിരുന്ന് ഓടക്കോൾ ഊതുന്ന കുഞ്ഞുണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണനെ ദാ ഇവിടെ സത്സംഗത്തിൽ നമ്മളോടൊപ്പം കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് സത്സംഗം തുടങ്ങുന്നത്. ആ ഉണ്ണികൃഷ്ണൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നു. ഒരിക്കലും എന്തെങ്കിലും ഒരു തെറ്റ് വരാതിരിക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. പേര് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ജയ എന്നാണ് തോന്നുന്നു. കുറേ ദിവസമായിട്ട് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച സപ്താഹമായിരുന്നു. ഞങ്ങളുടെ അമ്മ ഭഗവാന്റെ സ്വയംവരത്തിൻ്റെ അന്ന് പോയി തൊഴുതു. സദ്യയൊക്കെ കഴിച്ചു വന്നു. സന്ധ്യയ്ക്ക് നാമം ചൊല്ലിക്കഴിഞ്ഞ അമ്മ വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. ഭഗവാനെക്കുറിച്ച് പറയാണ് അയാൾ കുറേ കല്യാണം കഴിച്ചതാണെന്നും രുക്മിണി മാത്രമല്ല ഭാര്യയായി ഉള്ളതും എന്നൊക്കെ. അമ്മയ്ക്ക് 80 വയസ്സാകാറായി. പക്ഷെ ഇത്രയും നാളും സപ്താഹം കൂടാൻ പോയിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ ഇങ്ങനെയാണ് അമ്മയ്ക്ക് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കൂ, ഇന്നും ആചാര്യന്മാർ പല രീതിയിലാണ് ഓരോരുത്തരെയും അനുസ്മരിക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് മാത്രമാണ് നമുക്ക് എന്തും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. ഓരോ നിമിഷവും നമ്മൾ ഭഗവാന്റെ യോഗേശ്വര ഭാവം, യോഗേശ്വരനായിട്ടുള്ള ഭഗവാനാണ് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഭഗവാനെ സമീപിക്കാൻ. എന്നാൽ നമ്മളുടെ കൂടെ കളിക്കൂട്ടുകാരനായിട്ട് എന്തിനും ഏതിനും ഭഗവാൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാലും ഭഗവാൻ ആരാണ് എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ മനസ്സിന് അത്രയും പരിപാകത വരണം എന്ന് തന്നെയാണ്. നോക്കൂ, അനേകായിരം ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം കാണാൻ ഒരിക്കൽ നാരദ മഹർഷി എഴുന്നള്ളുകയുണ്ടായി. ഒരു സാധാരണ ഒരു പുരുഷന് ഒരു വിവാഹം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ. ഇത്രയധികം വിവാഹം കഴിച്ചാൽ എല്ലാ ഭാര്യമാരെയും എങ്ങനെയാണ് കൊണ്ടു നടത്താൻ പറ്റുക? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയമോ ആശങ്കയോ ഉണ്ടായിട്ടൊന്നുമല്ല ഈ നാരദ മഹർഷി ഇങ്ങനെ ചെന്നത്. നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എങ്ങനെയാണ് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം ഉണ്ടായിരുന്നത് എന്നുള്ളത്. അദ്ദേഹം നേരെ വന്നു രുക്മിണിയുടെ ആ മണിമന്ദിരത്തിലേക്ക് വന്ന സമയത്ത് അവിടെ കാണുന്നത് ഭഗവാനെ ആ ഒരു ആട്ടുകട്ടിലിൽ ഇരുത്തിയതിന് ശേഷം ഭഗവാന്റെ ഒരു കാല് തൂക്കിയിട്ട ഭാവത്തിൽ ഒരു കാല് മടക്കിയിട്ട രീതിയിൽ ഭഗവാന്റെ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെയായിട്ട് ഇരുന്നു കൊണ്ട് താമ്പൂലം ഭഗവാന് ചർവണം ചെയ്യാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് വെറ്റില അടക്കിയൊക്കെ നേരെയാക്കിയിട്ട് ഭഗവാന് കൊടുക്കുന്ന രുക്മിണിയെയാണ് കണ്ടത്. അനേകം നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന കൃഷ്ണനും രുക്മിണിയും. ഈ സമയത്ത് നാരദ മഹർഷിയെ കണ്ടപ്പോൾ വേഗം വന്നു വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെ ആദരിച്ച് ബഹുമാനപൂർവ്വം കയറ്റിയിരുത്തി സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഏതാനും ചില നിമിഷങ്ങൾക്കപ്പുറം സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്ന ഭഗവാൻ സത്യഭാമയും ഭഗവാനും കൂടി ചുതുകളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭാഷണങ്ങളെയുമാണ്. ഇതിനുശേഷം ജാമ്പവതിയുടെ ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ദിവസത്തേക്കുള്ള രാമായണ പാരായണത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ജാമ്പവതിയും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന കൃഷ്ണനെയുമാണ് കണ്ടത്. അതിൻ്റെ അടുത്ത് മിത്രവിന്ദാഗൃഹത്തിൽ എത്തിയ സമയത്ത് ഭഗവാനും മിത്രവിന്ദയും ചേർന്ന് അനേകം അവർക്ക് ഉണ്ടായ പുത്രന്മാരെക്കുറിച്ചും അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ ഏതേത് പത്നീഗൃഹത്തിലേക്ക് പോയാലും അവിടെ ഓരോ കൃഷ്ണനെ ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു. ഭഗവാൻ അനേകം വിവാഹം കഴിച്ച കഥ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അല്ലേ. നോക്കൂ, നെഗറ്റീവ് കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഭഗവാൻ ആരാണ്? അനേകം ഗോപികമാരുമായിട്ടൊക്കെ രാസ
രാസലീലയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കാലിച്ചെറുക്കൻ, അങ്ങനെ പറയുന്നവരുണ്ട് ഇല്ലേ? അതേമാതിരി രാധാദേവിയെ ഉപേക്ഷിച്ചു പോയ ദുഷ്ടനായ കൃഷ്ണൻ, അങ്ങനെ പറയുന്നവരും ഉണ്ട് ഇല്ലേ? ഇതേമാതിരിയാണ് അനേകം അനേകം വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീലമ്പടനായ കൃഷ്ണൻ, ഇങ്ങനെയും പറയുന്നവരുണ്ട് അല്ലേ? എന്നാൽ നമ്മളുടെ ഈ സത്സംഗത്തിലെ കൃഷ്ണൻ ഇതൊന്നുമല്ല. യോഗേശ്വരനായ കൃഷ്ണൻ ഒരേ സമയമാണ് അദ്ദേഹം 16,000-ലധികം വിവാഹം ചെയ്തത്. 16,000 വിവാഹ മണ്ഡപങ്ങൾ, 16,000 ഭാര്യമാര്, 16,000 കൃഷ്ണന്മാരെ. കഴിഞ്ഞില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രഭാവം. 16,000 ദേവകിമാരും 16,000 വസുദേവരും 16,000 ആചാര്യന്മാരെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ആചാര്യന്മാരും സന്ദീപനി മഹർഷിമാരും, ഇങ്ങനെ എല്ലാവരും 16,000 ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. ഈ 16,000 വിവാഹങ്ങളിൽ പങ്കെടുത്തതിൽ ഏതാണ് ഒറിജിനൽ ആയിട്ടുള്ള ആളെന്ന് അവർക്ക് പോലും അറിയില്ല. കാരണം അവർക്ക് ഈ 16,000 വിവാഹങ്ങളും അവരുടെ മെമ്മറിയിലുണ്ട്. ഇത് വേറെ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഇതാണ് നമ്മുടെ കൃഷ്ണൻ. അപ്പോൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്നവരോട് 80-ലധികം പ്രായമുള്ള ഒരാളെ തിരുത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാവിന്ന് വരില്ല അല്ലേ? അത് ഭഗവാനെ വിട്ടുകൊടുത്തോളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഗുരുവായൂരപ്പൻ ആരാണെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷമം നമ്മുടെ ഉള്ളിൽ വരും. കാരണം പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബത്തിലെ തന്നെ അംഗം അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലോണം സങ്കടം വരും. ഇവരെന്താ അങ്ങനെ സംസാരിക്കണേ തോന്നും. പക്ഷെ ഒന്ന് ചിന്തിച്ചോളൂ, അവരുടെ സംസ്കാരം അവർക്ക് അത്രേ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അവരുടെ മനസ്സിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും വിശാലമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഒറ്റ ചോദ്യം ഞാൻ എടുക്കണ്ടാവുള്ളൂ, എന്നാലും പറയാണ് കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പൻ ഗോപികമാരോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഈ കൃഷ്ണൻ ദുർവാസാവ് മഹർഷിയെ കാണാൻ പോകുന്ന ഒരു രംഗമാണ്. ആ കഥയൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. ആ ഒരു സമയത്ത് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് യമുനയുടെ തീരത്ത്, കാളിന്തിയുടെ തീരത്ത് പോയി പറഞ്ഞോളൂ, ഈ കൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ നദി രണ്ടായി മാറിത്തരണം, വഴി മാറിത്തരണം എന്ന്. ഗോപികമാർക്ക് വഴി മാറിക്കൊടുത്തു. അവരങ്ങോട്ട് പോയി. അതിനുശേഷം അവർ കൊണ്ടുവച്ച പാലും പഴങ്ങളും എല്ലാം മൃഷ്ടാന്നം ഭക്ഷിച്ച ദുർവാസാവ് മഹർഷി തിരിച്ചവർക്ക് ഇങ്ങോട്ട് പോരണല്ലോ. ആ പോരുന്ന സമയത്ത് പറഞ്ഞു, ഈ ദുർവാസാവ് മഹർഷി ദുർവാരവം കഴിക്കുന്ന, അല്ലെങ്കിൽ ആ കറുകനീര് മാത്രം കഴിച്ച് ജീവിക്കുന്ന മഹർഷിയാണെങ്കിൽ നദി രണ്ടായി മാറട്ടെ എന്ന് പറയൂ. അവിടെ ചെന്നാൽ നദി രണ്ടായി മാറുന്നു. ഇവർക്ക് ഇതും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരുടെ മുമ്പെന്നാണ് ഈ പാലും പഴങ്ങളും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചതേ. എന്നിട്ട് നോക്കുമ്പോൾ എന്താ, നദി രണ്ടായി മാറി. അവർ തിരിച്ചു പോന്നു. അവർ കൃഷ്ണന്റെ അടുത്ത് തന്നെ ചോദിച്ചു, എന്താ അപ്പം ഇതിൻ്റെ കഥ ഭഗവാനെ? അങ്ങ് ബ്രഹ്മചാരിയാണോ? അത് ഞങ്ങളാണോ വിശ്വസിക്കേണ്ടത്? അതേമാതിരി തന്നെ ദുർവാസാവ് മഹർഷി ഞങ്ങളുടെ മുൻപിൽ ഇരുന്നു കൊണ്ടാണ് ആ പാലും പഴങ്ങളും എല്ലാം സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നു അദ്ദേഹം കറുകനീര് മാത്രമേ കഴിക്കുള്ളൂ. അത് സത്യമാണെങ്കിൽ ദാ ഈ ഒരു നദി മാറി നിൽക്കട്ടെ എന്ന്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ രാസലീല, ഗോപികമാരുടെ കൂടെയുള്ള രാസലീല, ഇത് ഗോപിയുടെ സന്തോഷത്തിന് ചെയ്യുന്നതാണ്. ഭഗവാൻ അതിന് യാതൊരു പങ്കുമില്ല. അതേമാതിരി തന്നെ ദുർവാസാവ് മഹർഷി കഴിച്ച പാലും പഴങ്ങളും എല്ലാം ദുർവാസാവ് മഹർഷി സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങളുടെ സന്തോഷത്തിനാണ്. അദ്ദേഹത്തിന് കറുകനീര് മാത്രമേ ആവശ്യമുള്ളൂ. അദ്ദേഹം അത് മാത്രമേ അറിഞ്ഞ് ഭക്ഷിക്കുന്നുള്ളൂ. മറ്റേതല്ല, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന്. അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സറിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഭഗവാൻ യോഗേശ്വരനാണ്. ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധ്യമാണ്. അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. അത്ര വലിയവനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നവരല്ലേ, അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ അതെപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരാളെയും തിരുത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട്, അയ്യോ എൻ്റെ കൈ തട്ടിയതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാ ചോദ്യം പറഞ്ഞു കേട്ടോ. നോക്കാം. ഗ്രീഷ്മ രൂപേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, എനിക്ക് നാരായണീയം വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് പകർത്തി എഴുതുകയാണ് പതിവ്. അതും എല്ലാ ദിവസവും എഴുതാൻ പറ്റില്ല, മുടങ്ങിപ്പോണു. നാരായണീയം വായിക്കാൻ പഠിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
കാത്തിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം ഈ ചാനലിലൂടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഗുരുവായൂരപ്പനൊരവസരം നമുക്ക് തരാതിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നാരായണീയം പകർത്തി എഴുതാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ശ്രമിച്ചോളൂ കേട്ടോ. പകർത്തി എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും ആ ശ്ലോകങ്ങളെല്ലാം ചൊല്ലാൻ എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് സവിതക്കുട്ടി, എനിക്ക് എപ്പോഴും കണ്ണനോട് വഴക്കുകൂടലാണ് പണി. ഞാൻ നടക്കണ വഴി നാരായണ ജപിക്കും. എൻ്റെ ദുരിതങ്ങൾ ഓർത്ത് വിഷമം തോന്നും. പക്ഷേ കണ്ണനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പൂർത്തിയായി പറയാൻ പറ്റില്ല, കരച്ചിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർത്തിയായി പറയേണ്ട ആവശ്യമില്ല, കുറച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ ഉണ്ണികൃഷ്ണനെ എല്ലാം കേൾക്കേണ്ടതേ, എല്ലാം അറിയാം. ഇതും മായാജാലക്കാരൻ്റെ ഒരു മായാജാലം തന്നെയാണ് കേട്ടോ. നീ അത്രയൊക്കെ പറഞ്ഞാൽ മതി. നിന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറയണത് കേട്ടോണ്ടിരിക്കാൻ ഈ കൃഷ്ണന് വയ്യാന്ന് തന്നെയാണ്. എനിക്കത് കേട്ടാൽ സങ്കടാവും. എന്നോട് അത്രയൊന്നും പറയണ്ട, എനിക്കതൊക്കെ അറിയാം, ഞാനതൊക്കെ വേണ്ട പോലെ നേരെയാക്കി തരാം എന്നാണ് ഭഗവാന്റെ ഭാവം എന്ന് തന്നെ വിശ്വസിക്കൂ കേട്ടോ. അടുത്തതായിട്ട് സന്ധ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, പീരീഡ്സ് സമയത്ത് ജ്ഞാനപ്പാന ചൊല്ലാമോ എന്ന്. ഞാൻ ചൊല്ലാറില്ല. ജ്ഞാനപ്പാന ചൊല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പക്ഷേ ഞാൻ ചൊല്ലാറില്ല കേട്ടോ. പീരീഡ് സമയത്ത് ജ്ഞാനപ്പാന ചൊല്ലാം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ജ്ഞാനപ്പാനയിൽ ഭഗവത് സ്തുതിയേക്കാൾ കൂടുതൽ മനുഷ്യരെന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് അതാണ് പൂന്താനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യജന്മം കിട്ടാനുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെ, ഈ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനെ പൂർത്തീകരിക്കുന്നതിനുള്ളിൽ നമുക്ക് എന്തെല്ലാം സാക്ഷാത്കരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രവർത്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവൃത്തി എങ്ങനെ ഉയർത്തണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വായിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റി മാറ്റി നോക്കുന്നത് എന്താ വെച്ചാൽ ചിലതൊക്കെ ഞാനിപ്പോൾ ഷോർട്ട്സായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ എടുത്ത ചോദ്യങ്ങളും ഉണ്ട്, അതുമുണ്ട് ഒരു കാരണം. അടുത്തതായിട്ട് തലചുറ്റൽ മാറാൻ എന്തെങ്കിലും വഴിപാടുണ്ടോ സവിത? ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ രോഗശാന്തിക്ക് ഇവിടെ കാളിയമർദ്ദനാണ് ഷീട്ടാക്കേണ്ടതെന്ന്. അതല്ലെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നത്തിനൊക്കെ നമുക്ക് തല എടുത്ത് വയ്ക്കാം. ഗുരുവായൂരപ്പൻ്റെ ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കുന്നിടത്ത് നമുക്ക് തല മാത്രമായിട്ട് എടുത്തു വയ്ക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തു വെച്ച് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. ഇനി അതല്ലാതെ കുറച്ചു നേരം 1.5 മണിക്കൂർ കണ്ണടച്ചിരുന്ന് നാമം ജപിച്ചാൽ നമ്മളുടെ ഉള്ളിൽ ആദ്യം തോന്നുന്ന വഴിപാട് എന്താണോ അത് ചെയ്താലും മതി കേട്ടോ. അടുത്തതായിട്ട് അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, പൂന്താനം തിരുമേനിയുടെ യഥാർത്ഥ പേരൊന്ന് പറഞ്ഞു തരുമോ? ചോദ്യം 2-3 വട്ടം ആവർത്തിച്ചിരുന്നു. എല്ലാ വീഡിയോസും കാണാറുണ്ട്, എൻ്റെ ചോദ്യം ഇതുവരെ എടുത്തിട്ടില്ല എന്ന്. പൂന്താനത്തിൻ്റെ യഥാർത്ഥ പേര് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കെന്നല്ല, ഞാൻ ചോദിച്ചിട്ടുള്ള മിക്കവാറും ആർക്കും അറിയില്ല എന്നുള്ള ഉത്തരമായിരുന്നു കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെ ഡിവോട്ടീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും ആദ്യ കാലങ്ങളിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇതുപോലെയാണ് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന്. ആരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പൂന്താനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ പേരാണ്. ഇല്ലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൻ്റെ കുടുംബ പേര് എന്നൊക്കെ പറയില്ലേ, അതാണ് പൂന്താനം എന്ന് പറയുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മേൽപ്പത്തൂർ ഇല്ലത്തെ നാരായണ ഭട്ടതിരി, ഇത് പൂന്താനം ഇല്ലത്തെ ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ടില്ല, പൂന്താനം എന്ന് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഡിവോഷണൽ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പൂന്താനത്തിൻ്റെ പേര് ബ്രഹ്മദത്തൻ എന്നാണ് എന്ന് അന്ന് ആരോ കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് ആ കമൻറ്റ് ചെയ്ത ആളുടെ പേര് ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു ആൻസർ ഞാനൊരു വീഡിയോയിൽ ഡിവോട്ടീസിൽ പണ്ട് കാലത്ത് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരാൾ താഴെ വന്ന് കമൻറ്റ് ചെയ്തത്, എൻ്റെ തന്നെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തതായിട്ട് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊരു കേൾക്കാനുണ്ട്, അത് സത്യമാണോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അടുത്തതായിട്ട് സുരഭി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, തുളസിമാലയും വെണ്ണയും കണ്ണന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് പുറത്തുനിന്ന് വാങ്ങി വരണോ, പിന്നെ അത് ഷീട്ടാക്കണമെന്ന്.
പുറത്തുനിന്ന് വാങ്ങി വരികയല്ല കേട്ടോ. തുളസിമാലയാണെങ്കിലും വെണ്ണയാണെങ്കിലും കണ്ണിന് ഷീട്ടാക്കുകയാണ് ആണ് വേണ്ടത്. 2 ആണെങ്കിലും ഷീട്ടാക്കിയാലാണ് ശ്രീലകത്തേക്ക് അതെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കേണ്ടെന്നല്ല പറയണേ. വാങ്ങിക്കൊണ്ടുവന്നാൽ തുളസിമാല വാങ്ങിക്കൊണ്ടുവന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേകം കൃഷ്ണശില്പങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ശില്പത്തിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചാർത്താം. വെണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് നടക്കിൽ സമർപ്പിക്കാം. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീലകത്ത് നേദിക്കാൻ വെണ്ണ എടുക്കണമെങ്കിലും ശ്രീലകത്ത് ഉണ്ണികൃഷ്ണന് ചാർത്താൻ മാല എടുക്കണമെങ്കിലും നമ്മൾ ഷീട്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരികയല്ല വേണ്ട. ഇനി അഥവാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ പ്രത്യേകം ഒരു ഷീറ്റും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് എന്തും അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതാണ് ഇവിടുത്തെ സമ്പ്രദായം കേട്ടോ. അടുത്തതായിട്ട് അമൽ TP എന്ന ഭക്തനാണ്. സരിത, ഞാൻ നാരായണനാമം എഴുതുന്നുണ്ട്, പക്ഷേ ഞാൻ എഴുതിയത് നാരായണായ എന്നാണ്. ഇതെനിക്ക് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പറ്റുമോ, മറുപടി തരുമോ എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. സവിത എന്ന എൻ്റെ പേരിനെ സവിതേ എന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്കില്ലേ? സവിതായേ എന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്കില്ലേ? എന്ത് വിളിച്ചാലും വിളിയേക്കില്ലേ? അതേമാതിരിയാണ് ഗുരുവായൂരപ്പന് നാരായണായ എന്ന് പറഞ്ഞാലൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നാരായണ എന്നാണ് ജപിക്കേണ്ടത്, അല്ലെങ്കിൽ നാരായണായ നമ എന്നും പറയാറുണ്ട്. ഇനി എഴുതുമ്പോഴും ജപിക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി സമർപ്പിക്കാം, അതിലൊരു തെറ്റുമില്ല കേട്ടോ. അടുത്തതായിട്ട് ലക്ഷ്മി കുന്നത്ത് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് സവിതയുടെ ഈ പ്രോഗ്രാം കാണാറുള്ളത്. സവിത എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തൊരു ഭക്തിയാണ്, കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ചിലതെല്ലാം കേൾക്കുമ്പോൾ. എനിക്കൊരു നാരായണീയം വേണമെന്നുണ്ട്. തുടക്കക്കാർ ഏത് നാരായണീയമാണ് വാങ്ങേണ്ടത്, അതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം. തുടക്കക്കാർക്ക് എപ്പോഴും വനമാല വ്യാഖ്യാനം എന്ന ആ ഒരു ദേവസ്വം പ്രസിദ്ധീകരണം തന്നെയാണ് വാങ്ങേണ്ടത് കേട്ടോ. അതിൽ നാരായണീയത്തിൻ്റെ അർത്ഥത്തോടു കൂടിയിട്ടുള്ളത്, അതായത് വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്, അർത്ഥം ചുരുക്കി വിവരിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് തുടക്കക്കാർക്ക് നല്ലത്. എന്നാൽ അത് വളരെ ചെറിയ അക്ഷരമാണ്. അപ്പോൾ വായിക്കുക, അർത്ഥം പിന്നീട് മനസ്സിലാക്കാം എന്നാണെങ്കിൽ കുറച്ചുകൂടി വലിയ അക്ഷരത്തിലുള്ള നാരായണീയവും ദേവസ്വം പ്രസിദ്ധീകരണമായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ തന്നെ ദേവസ്വം ബുക്ക് സ്റ്റോളിൽ ഇത് രണ്ടും ലഭ്യമാണ് കേട്ടോ. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾക്കെല്ലാം വളരെ 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 നന്ദി. ഭക്തി ഉണ്ടോ ചോദിച്ചാൽ അത് ഗുരുവായൂരപ്പന് എന്നെ അറിയുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് വേണി മനോജ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ വെജ് കഴിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒട്ടുമില്ല, ഒരു കുഴപ്പമില്ല. ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ. മനസ്സാൽ നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഗുരുവായൂരപ്പൻ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അപ്പോഴങ്ങോട്ട് എത്തുന്ന പറയുക. എപ്പോഴാണ് നമ്മൾ നമസ്കരിക്കണം, ഏത് സമയത്താണെങ്കിലും എവിടേക്കാണെങ്കിലും ഓടി വരും നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വേണിയുടെ നമസ്കാരം അതുപോലെ തന്നെ നടക്കട്ടെ. ഇതിനൊന്നും ഒട്ടും മടി വിചാരിക്കാതെ ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ഇത് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യം കേട്ടോ. ശില്പ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. പീരീഡ്സ് ടൈം ഭഗവാന്റെ നാമം എഴുതാമോ? ഗുരുവായൂർ പോയി സമർപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കണേന്ന്. പീരീഡ്സ് ടൈമിൽ നാമം എഴുതാം, നാമം ചൊല്ലാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ളതാണ് എന്ന് വരുമ്പോൾ അത് ചെയ്യാമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ പുസ്തകത്തിന് യാതൊരു തരത്തിലുള്ള അയിത്തവും ഇല്ല, മാറ്റി നിർത്തപ്പെടേണ്ടതല്ല പുസ്തകം. അതായത് പീരീഡ്സ് ടൈമിൽ നമ്മൾ തൊട്ട പുസ്തകമാണെങ്കിലും അതിനൊരു തരത്തിലുള്ള അശുദ്ധിയും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പീരീഡ്സ് ടൈമിൽ എഴുതുകയും ചെയ്യാം, എഴുതിയ പുസ്തകം അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യാം. പീരീഡ്സ് അല്ലാത്ത സമയത്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അതിലൊരു വ്യത്യാസവും വരുത്തേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് ഒരുപാട് ചോദ്യം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ നീട്ടിപ്പറത്തി പറയുന്നുള്ളതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.